ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ച് നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വീണ്ടും സ്ലൈറ്റ്ലി വീക്ക് ഓപ്പണിങ്ങും വൊളാറ്റിലിറ്റിയാണ്. ഏഷ്യയിലെ മെജോറിറ്റി മാർക്കറ്റുകളും ഇന്ന് മോർണിംഗിൽ ബെറ്ററായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഹോങ്കോങ് മാത്രമാണ് സ്ലൈറ്റ്ലി വീക്ക് അല്ലെങ്കിൽ ഫ്ലാറ്റ് ലെവലിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ അമേരിക്കയിലെ എല്ലാ ഇൻഡെക്സുകളും വൊളാറ്റിലിറ്റിക്ക് ശേഷം താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേസമയം ടെക്നോളജി സ്റ്റോക്കുകളിൽ, പ്രത്യേകിച്ച് മാഗ്നിഫിസൻറ്റ് സ്റ്റോക്കുകളിൽ NVIDIA, അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ്, ആൽഫബറ്റ്, ആമസോൺ, ഈ സ്റ്റോക്കുകൾ ബെറ്ററാണ്. അതോടൊപ്പം ആപ്പിള്, ടെസ്ല, മെറ്റ പ്ലാറ്റ്ഫോം, ഈ സ്റ്റോക്കുകൾ താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മെമ്മറി സ്റ്റോക്കുകൾ, അതുപോലെ തന്നെ ചിപ്പ് സ്റ്റോക്കുകളെല്ലാം തന്നെ ഇന്നലെ സ്ലൈറ്റ് റീബൗണ്ട് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റിൽ ഇന്ന് ഏഷ്യൻ മാർക്കറ്റിൽ, പ്രത്യേകിച്ച് ജപ്പാനിലും സൗത്ത് കൊറിയയിലും ചിപ്പ് മെമ്മറി റിലേറ്റഡ് സ്റ്റോക്കുകൾ ബെറ്ററായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്പിൽ ഇന്നലെ ഒരു മിക്സഡ് സെൻറ്റിമെൻ്റ് ആയിരുന്നു. അതോടൊപ്പം കമോഡിറ്റികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഗോൾഡ്, സിൽവർ, അതുപോലെ തന്നെ കോപ്പർ, ഈ കമോഡിറ്റികളൊക്കെ റിക്കവറി നടത്തുന്നുണ്ട്. ഗോൾഡ് ഇന്ന് മോർണിംഗിൽ $440 പെർ ഔൺസിനാണ് ട്രേഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ സിൽവർ $57.6 പെർ ഔൺസിനാണ് ട്രേഡ് ചെയ്യുന്നത്. കോപ്പറും ബെറ്ററായിട്ടാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ $88.6 പെർ ബാരലിനാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്നലത്തെ ലെവലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ബെറ്ററായിട്ടാണ് ബ്രന്റ് ക്രൂഡ് ഓയിലും ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ റുപ്പി ഇന്നലെ US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് വീണ്ടും വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. 96.51 രൂപ പെർ ഡോളറിനാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിലിൻ്റെ വിലയിലുണ്ടാകുന്ന വർധന, അതോടൊപ്പം തന്നെ റുപ്പിയുടെ വീക്ക്നെസ്, ഇത് രണ്ടുമാണ് നമ്മളെ സംബന്ധിച്ച് നെഗറ്റീവ് ഫാക്ടേഴ്സ് ആയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ Q1 റിസൾട്ടുകളെല്ലാം തന്നെ വന്നുകൊണ്ടിരിക്കുന്നത് മെജോറിറ്റി ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ്. ഇന്നലെ പുറത്തുവിട്ടിട്ടുള്ള PTM, ശോഭ ലിമിറ്റഡ്, ആക്ഷൻ കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റ്സ്, അതുപോലെ തന്നെ JP പവർ വെഞ്ചർ, ബ്ലൂ സ്റ്റാർ ജുവല്ലേഴ്സ്, റാലീസ് ഇന്ത്യ, സെൻട്രൽ മൈൻ പ്ലാനിംഗ് ആൻഡ് ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, കനറ HSBC ലൈഫ്, എയറോഫ്ലെക്സ് ഇൻഡസ്ട്രീസ്, ഈ കമ്പനികളൊക്കെ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ്. Q1 റിസൾട്ടുകൾ പുറത്തു വിട്ടിരിക്കുന്നത്. ഇന്ന് ധാരാളം റിസൾട്ടുകളുണ്ട്. ഇന്ന് ബജാജ് ഓട്ടോ ഉണ്ട്, അഡാനി എനർജി സൊല്യൂഷൻസ് ഉണ്ട്, ബന്ധൻ ബാങ്ക് ഉണ്ട്, ഇന്ത്യൻ ഹോട്ടൽസ് ഉണ്ട്, JSW ഇൻഫ്ര ഉണ്ട്, M&M ഫൈനാൻഷ്യൽ സർവീസസ് ഉണ്ട്, മാസ്റ്റെക് ഉണ്ട്, സയൻഡ് DLM ഉണ്ട്, E2E നെറ്റ്വർക്ക്സ്, ഈ കമ്പനികളൊക്കെയാണ് ഇന്ന് റിസൾട്ടുകൾ പുറത്തു വിടുന്ന പ്രമുഖ കമ്പനികൾ. മറ്റ് ധാരാളം കമ്പനികളും കൂടി ഇന്ന് Q1 റിസൾട്ടുകൾ പുറത്തു വിടുന്നുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ച് Q1 റിസൾട്ടുകളാണ് മേജർ ആയിട്ടുള്ളൊരു ഇവൻ്റ് ആയിട്ടുള്ളത്, പോസിറ്റീവ് ഫാക്ടർ ആയിട്ടുള്ളത്. അതേസമയം ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് വീണ്ടും വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്ക ഇറാനും തമ്മിലുള്ള വാർ എസ്കലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 10ാം ദിവസത്തേക്ക് കടന്നിരിക്കുകയാണ്. ഏതു തരത്തിലുള്ളൊരു പര്യവസാനമാണ് ഈ വാറിനുണ്ടാകാൻ പോകുന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണണം. അതേസമയം ബ്രന്റ് ക്രൂഡ് ഓയിലിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ വലിയ പാനിക്കൊന്നുമില്ല. $90.5 പെർ ബാരൽ വരെ ഉയർന്നതിന് ശേഷം ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $88.6 പെർ ബാരലിനാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പാനിക്കൊക്കെ ക്രൂഡ് ഓയിലിൻ്റെ കാര്യത്തിൽ ഒരു പരിധി വരെ നിലച്ചിട്ടുണ്ട്. എന്നിരുന്നാലും വലിയ രീതിയിൽ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് എസ്കലേറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗ്ലോബലി എല്ലാ സ്റ്റോക്ക് മാർക്കറ്റുകളെ സംബന്ധിച്ച് നെഗറ്റീവ് തന്നെയാണ്. അതിൻ്റെ ഒരു നീജർക്ക് റിയാക്ഷൻ നമ്മുടെ മാർക്കറ്റിലും കണ്ടേക്കാം. അത്തരത്തിലുള്ളൊരു റിയാക്ഷൻ തന്നെയാണ് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് Q1 റിസൾട്ടുകളാണ്. Q1 റിസൾട്ടുകൾ നല്ല റിസൾട്ടുകൾ കാഴ്ചവെക്കുന്ന സ്റ്റോക്കുകളുടെ കാര്യത്തിൽ ഒരു പോസിറ്റീവ് റിയാക്ഷൻ എക്സ്പെക്റ്റ് ചെയ്യാം. അതേസമയം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മോശം റിസൾട്ടുകൾ കാഴ്ചവെക്കുന്ന സ്റ്റോക്കുകളുടെ കാര്യത്തിൽ ഒരു നെഗറ്റീവ് റിയാക്ഷനും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. എന്നിരുന്നാലും ഓവറോൾ ഇതുവരെ പുറത്തു വന്നിട്ടുള്ള Q1 റിസൾട്ടുകളുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ മച്ച് ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റ് താഴെ വന്നു കഴിഞ്ഞാൽ ഒരു ഡിപ്പ് ബൈയും കാണാനുള്ള സാധ്യതകളുണ്ട്. നമ്മൾ ഇന്നലെ സൂചിപ്പിച്ച പോലെ സിൽവറിൻ്റെ കാര്യത്തിൽ ഒരുപക്ഷെ സിൽവർ വീണ്ടും മുന്നേറിയേക്കാം. ഒപ്പം ഗോൾഡിൻ്റെ കാര്യത്തിൽ പൊതുവെ വരുന്ന ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ ഗോൾഡ് നല്ല രീതിയിൽ ഒരു പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ടൊരു അപ്പോടെ മൊമെൻറ്റം കാണിച്ചേക്കും എന്നതരത്തിലുള്ള റിപ്പോർട്ടുകളാണ്. അപ്പോൾ സിൽവറും ഗോൾഡും ഒന്ന് വാച്ച് ചെയ്യുന്ന നന്നായിരിക്കും. അതോടൊപ്പം തന്നെ Q1 റിസൾട്ടുകൾ നല്ല റിസൾട്ടുകൾ കാഴ്ചവെക്കുന്ന സ്റ്റോക്കുകൾ വാച്ച് ചെയ്യുന്ന നന്നായിരിക്കും. ഒപ്പം IPO മാർക്കറ്റിൽ നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുള്ള IPOസും അപ്ലൈ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.